സോ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു പാരഗ്രാഫാണ്. നമ്മൾ പാരഗ്രാഫ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പാരഗ്രാഫ് ടാഗ് അല്ലെങ്കിൽ പി ടാഗ് അല്ലെങ്കിൽ പി എലമെൻ്റ് എന്ന് വിളിക്കാം. സോ നമ്മളിതുപോലെ പി എന്ന് കൊടുക്കുന്നു, അതുപോലെ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് ഈ ഒരു പി എലമെൻറ്റിനുള്ളിലാണ് അല്ലെങ്കിൽ ഒരു പി ടാഗിനുള്ളിലാണ് നമ്മൾ നമ്മുടെ പാരഗ്രാഫ് കൊടുക്കുന്നത്. ഉദാഹരണമായി എൻ്റെ അടുത്തൊരു ഡമ്മി ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ. സോ ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സേവ് ചെയ്ത് നമ്മുടെ വെബ് പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ പാരഗ്രാഫ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഞാൻ ഈ ഹെഡിങ്ങിനെ ഞാനിവിടെ പാരഗ്രാഫ് 1 എന്ന് വിളിക്കുന്നു. അതുപോലെ മറ്റൊരു പാരഗ്രാഫ് കൂടി കൊടുക്കുന്നു. ജസ്റ്റ് ഞാനിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ H2വിൽ ചെറിയൊരു ഹെഡിങ്ങിൽ മറ്റൊരു പാരഗ്രാഫ് 2 കൊടുക്കുന്നു. ഞാൻ പാരഗ്രാഫ് 2 എന്ന് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ സേവ് ചെയ്ത് ഇവിടെ റീഫ്രഷ് ചെയ്യുന്നു. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം പാരഗ്രാഫ് 1, അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പാരഗ്രാഫ്, അതിനുശേഷം പാരഗ്രാഫ് 2 നമ്മുടെ H2 ടാഗാണ് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് ചെറിയൊരു ഫോണ്ട് സൈസാണ് നമുക്ക് ലഭിച്ചത്. H1നേക്കാളും ചെറിയൊരു ഫോണ്ട് സൈസാണ് ലഭിച്ചത്. അതിനുശേഷം നമ്മുടെ പാരഗ്രാഫ് 2 നമ്മളിവിടെ കാണാൻ കഴിയും. സോ നമുക്കിവിടെ ഈ പി എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പാരഗ്രാഫ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പി ടാഗിനുള്ളിൽ നമ്മൾ നമ്മുടെ പാരഗ്രാഫ് എഴുതുക. സോ അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് നമ്മുടെ വെബ് പേജിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ മറ്റൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിത് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ H1 ലേൺ HTML, അതിനുശേഷം ഞാനൊരു പി ടാഗ് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ പി എലമെൻറ്റ് എന്ന് വിളിക്കാം. ശേഷം നമ്മൾ ഒരു ടെക്സ്റ്റ്, സാമ്പിൾ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ലൈനിലാണ് നമ്മൾ ഇതിപ്പോൾ കൊടുത്തത്. സോ നമ്മളിവിടെ സേവ് ചെയ്തു നമ്മൾ നമ്മുടെ പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ലഭിക്കുക. സോ ഉദാഹരണമായി എനിക്കിപ്പോൾ HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് എന്നതിന് ശേഷം ഞാൻ ഇത് അടുത്ത ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ചെയ്ത് വ്യത്യസ്ത ലൈനുകളിലാക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് നമ്മളിവിടെ വെബ് പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു വ്യത്യാസവും അവിടെ വരുന്നില്ല. മുമ്പ് കണ്ട അതുപോലെയുള്ള രീതിയിലാണ് നമ്മുടെ പാരഗ്രാഫ് വന്നിരിക്കുന്നത്. സോ ഉദാഹരണമായി എനിക്ക് ഇവിടുന്ന് ഈ സ്ട്രക്ചറിങ് എന്നതിന് ശേഷം എനിക്ക് ഇവ അടുത്ത ലൈനിലോട്ട് വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് സ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ഒരു BR ടാഗ് അഥവാ ഒരു BR എലമെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം വരുന്ന ടെക്സ്റ്റുകളെല്ലാം അടുത്ത ലൈനിലായിരിക്കും വരിക. അവിടെ നമുക്കൊരു ലൈൻ ബ്രേക്ക് വരുന്നതാണ്. സോ ഞാനിവിടെ സ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ജസ്റ്റ് BR എന്ന് കൊടുക്കുക. ഇതുപോലെ ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റു ടാഗുകളെ പോലെ ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ BR എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ വെബ് പേജ് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സ്ട്രക്ചറിങ് എന്നതിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം അടുത്ത ലൈനിലോട്ട് വന്നു. ഒരു BR കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഗ്യാപ്പ് കൂടി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സേവ് ചെയ്ത് ഒന്നും കൂടി റീഫ്രഷ് ചെയ്യാം. സോ നിങ്ങൾ കാണാം ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ലൈൻ സ്പേസ് നമുക്കിവിടെ ലഭിച്ചു. അതുപോലെ നമുക്ക് ഈ വെബ് എന്ന് പറയുന്ന ഭാഗത്ത് അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് മറ്റൊരു ലൈനിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു BR ടാഗ് കൊടുക്കാം. ശേഷം സേവ് ചെയ്ത് നമുക്കിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ വെബിന് ശേഷം വരുന്നത് അടുത്ത ലൈനിലായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു ലൈൻ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ലൈൻ വേണമെങ്കിൽ നമുക്ക് BR ടാഗ് എന്ന് പറയുന്ന ഈ ഒരു ടാഗ് അല്ലെങ്കിൽ BR എലമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.